ഹായ് ഓൾ. അപ്പം ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസോളിഡേറ്റിംഗ് ആണ് മാർക്കറ്റിലുള്ളത്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പം നമ്മളെപ്പോലുള്ള ഒരു ഓപ്ഷൻ ബയേഴ്സിന് ഇപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ്. അതൊരു ട്രെൻഡ് കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇന്നൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താണ്, ഒരു നിഫ്റ്റിയിൽ നമുക്കൊരു സെൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സെൽ ഓഫ് നമുക്ക് ആ ഒരു സെൽ ഓഫ് ക്യാച്ച് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ കൺഫേം, കാരണം ഈ ഹൈ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ കുറച്ചുകൂടെ ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സെൽ ഓഫ് നമുക്ക് കണ്ടോ, നിയർലി എത്രയാണ് 114 പോയിൻറ്റ്സ് ഫോൾ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, 114 പോയിൻറ്റ് മാർക്കറ്റ് ഡൗൺ ആയി. പക്ഷേ മാർക്കറ്റ് സംഭവിക്കുന്നത്, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാർക്കറ്റിലൊരു കൺസോളിഡേറ്റിംഗ് ആണ്, ഭയങ്കര കൺസോളിഡേറ്റിംഗ് ആണ്. ഓക്കെ, അത് ഓൾ ടൈം നിഫ്റ്റി ആണെങ്കിൽ ഓൾ ടൈം ഹൈയുടെ ആ ഒരു ഏരിയയിലാണ് നിഫ്റ്റി കൺസോളിഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഒരു കൺസോളിഡേറ്റിംഗ്, അതായത് ജസ്റ്റ് ഒരു അപ് ട്രെൻഡ് പോലെ വന്നിട്ട് നമുക്ക് ആ ഒരു ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റിയും കൺസോളിഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് നിഫ്റ്റി സ്പോട്ടാണ്. ഓക്കെ, നിഫ്റ്റി സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. ഓക്കെ, നമുക്കപ്പം ഈ പ്രീവിയസ്ലെല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ 25,322 എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആണ്. നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. പിന്നെ മാർക്കറ്റിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആയപ്പോഴത്തേക്കിന് മാർക്കറ്റ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ, അതായത് 25,235 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഒരു ചെറിയൊരു റിക്കവറി പോലെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം മാർക്കറ്റിൽ, അല്ലേ. ഈ ഒരു ഏരിയ നമുക്ക് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ആകെ നിഫ്റ്റിയിലുള്ള നിഫ്റ്റിയിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ കളഞ്ഞു, കാരണം ട്രെൻഡ് ലൈൻ ഓൾറെഡി ഇപ്പോൾ ഒരു ബ്രേക്ക് ആയിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു നിഫ്റ്റിയുടെ ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റി അപ്പ് സൈഡിലുള്ള ലെവൽ 25,321 ഡൗൺ സൈഡിലുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 25,235. ഓക്കെ, പിന്നെ നമുക്ക് പ്രീവിയസ് ഡേയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട് 25,198. ഓക്കെ, പിന്നെ ഒത്തിരി താഴെയാണ്. ഓക്കെ, അല്ലേ, 25,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ഇത് വന്നേക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലിക്വിഡിറ്റി ഏരിയ വന്നേക്കുന്നത്. നിഫ്റ്റിയുടെ കേസിൽ ലിക്വിഡിറ്റി ഏരിയ വന്നേക്കുന്നത് ഇതാണ്. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ചാർട്ട് കാര്യങ്ങളൊക്കെ, അതായത് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്, കാരണം ടെലിഗ്രാം ഇൻ കേസ് നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം വാട്സപ്പ് ചാനലിലെ ലിങ്കും ഞാനപ്പോൾ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് ഇപ്പം നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് കൂടെ ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ നേരത്തെ വരച്ച ആ ലിക്വിഡിറ്റി ലെവൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വലിയ എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അങ്ങനത്തെ ഒരു ട്രെൻഡിങ് വേണം. ട്രെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ ബയേഴ്സിന് അതിൽ നിന്നൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, ലോസും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും കൂടെ നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ബട്ട് ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. ഇതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസേ ഉള്ളൂ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയിൽ, ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഞാൻ പറയാം. 51,608 അപ്പ് സൈഡിലുള്ള, പിന്നെ ഇന്നത്തെ ഡേ ഹൈ ആയ 51,554. ഓക്കെ, പിന്നെ തൊട്ട് താഴത്തെ ലെവൽ എത്രയാണ്, 51,255. ഓക്കെ, പിന്നെ നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലായിട്ടുള്ള 21,294 എന്നുള്ള ആ ഒരു ലെവലും കൂടെ നമുക്ക് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ചാനലിൽ ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിലും വാട്സപ്പിലും ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിനി നിഫ്റ്റിയിലോട്ട് നടക്കാം. ഓക്കെ, നിഫ്റ്റി ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേക്കിന് ഫ്യൂച്ചറിൽ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്രോബബ്ലി പോസിബിളാണ്. ഓക്കെ, പിന്നെന്താണ് മാർക്കറ്റിൽ
ഇത്രയാണ് നമുക്ക് എന്താണ് അതായത് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പ് സൈഡിലുള്ള ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? 25,420 എന്ന് പറയുന്ന ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? 25,409 എന്ന് പറയുന്നത് അതായത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവലാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ലെവൽ ഏതാണ്? ഓക്കെ, 25,281 എന്ന് പറയുന്ന ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവൽ എത്രയാണ്? 25,000 ഒരു ലിക്വിഡിറ്റി ലെവൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഇത്രയാണ്. പിന്നെ എന്താണ് നമുക്കിനി ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കിന് എന്താണ് ഈ ഒരു ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ആ ഒരു ലിക്വിഡിറ്റിയിൽ നിന്ന് നമ്മൾ കുറച്ച് അപ്പ് സൈഡിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. പക്ഷേ എന്താണ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്കൊരു മാർക്കറ്റ് ഓപ്പൺ ആയി പിന്നെ ഡൗൺ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അപ്പ് ട്രെൻഡ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട്, അതായത് നമുക്ക് ഇന്നത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിസ്കി ട്രേഡ്സ് എടുക്കുന്നതിനെക്കാട്ടിലും മച്ച് ബെറ്റർ എന്താണ് ഒരു PE സൈഡിലോട്ട് നല്ലൊരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽ ഏതാണ്? ഓക്കെ, നമുക്ക് ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവൽ എത്രയാണ് മാർക്കറ്റിൽ വരുന്നത്? 51,519. ഓക്കെ, ഈ ഒരു ലെവൽ നമുക്ക് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി ലെവൽ ഏതാണ്? ഓക്കെ, ഈ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് ഞാൻ ആ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ട്രേഡ്സ് എടുക്കാറില്ല. ഞാൻ മാക്സിമം എടുക്കുന്നത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവൽസാണ്. ഓക്കെ, കാരണം മാർക്കറ്റിൽ കുറച്ചുകൂടി നല്ലപോലെ വർക്കാവുന്ന ലെവൽസും എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ലെവൽസാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ലെവൽസിലാണ് ഞാൻ എന്താണ് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും ഞാൻ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പം നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസെല്ലാം ഞാൻ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ ആകെ വരച്ചേക്കുന്നത് എന്താണ് ഓക്കെ ഞാനിപ്പം ആകെ ഇപ്പം വരച്ചേക്കുന്നത് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആ ഒരു ഏരിയയാണ്. ഓക്കെ, ഇത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് എന്താണ് ഒരു സപ്പോർട്ടായിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ എൻട്രീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരച്ചേക്കുന്നത് ഈ ഒരു അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവലിൽ ഞാൻ എടുക്കുന്ന ഒരു എൻട്രീസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ എന്താണ് ഇവിടുന്ന് ഒരു പുട്ട് സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവലിൽ നിന്ന് ഞാൻ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ലെവലിൽ നോക്കുന്നത് ഇവിടുന്ന് ഒരു എൻട്രി ആയിരിക്കും, കോൾ എൻട്രി ആയിരിക്കും ഞാൻ മാർക്കറ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് സെപ്റ്റംബർ 1 അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു മന്ത് തൊട്ട് നമുക്ക് എന്തായാലും എന്താണ് മാക്സിമം ട്രേഡ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ലൈവായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ട്രേഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിലും ഞാൻ ലൈവിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ മാക്സിമം ഒരു നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ ഒരു മന്ത് മിഡോടെ നമ്മൾ എന്താണ് ലൈവ് സെക്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്തിട്ടല്ലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കയറി ഇത് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.